കുൻ ഫയകുൻ. ആ മക്കാമിൽ നിൽക്കുന്നവരാണ്. ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതാണ് ഉണ്ടാകും. ആകെന്ന് ചൊല്ലുകിൽ ആകും ഞാനൊന്നോവർ. ഉണ്ടാകാൻ പറഞ്ഞാൽ അത് ഉണ്ടാകും എന്നതിനുള്ള പവർ, ശക്തി ആർക്കുണ്ട്? ഇത്രേ ഇയാൾക്കുണ്ട്. സ്വന്തം ജീവിതത്തിൽ രോഗം ഉണ്ടായിട്ട് ആ രോഗം മാറ്റാൻ പറ്റാത്ത ആളാണ് ഇയാൾ. അങ്ങനെയുള്ള ആളുടെ ചരിത്രം അവർ എല്ലാ ചരിത്രത്തിലും കാണാം. നിസ്കാരം ഉണ്ടായിരുന്നില്ല ഇയാൾക്ക്. നോമ്പെടുത്തവരെ നോമ്പ് മുറിപ്പിച്ചിരുന്ന ആളാണ്. നിഷിദ്ധങ്ങളായ പല കാര്യങ്ങളും ചെയ്ത ആളാണ്. ഇതിനേക്കാൾ നിസാരമായ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം മലമൂത്ര വിസർജന മര്യാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത്തരം ഗൗരവമുള്ളൊരു വിഷയം ദീനിൽ ഉള്ളതായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണമായിരുന്നു. അള്ളാഹു വിശദീകരിക്കണമായിരുന്നു. എൻ്റെ ദർജയിലേക്ക് ഞാൻ ഇന്ന ആൾക്കാരൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അത് അങ്ങനെ പഠിപ്പിക്കുന്ന നമ്മൾ നിന്നില്ല, കാണുന്നില്ല. അത് കേരളത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്ന, ഈയിടെയായി പല വഴികളിലൂടെ നമ്മൾ കേൾക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചില ത്വരീഖത്തുകളുടെ ശൈഖന്മാരുടെ പേര് പറഞ്ഞ് അവരെ സ്നേഹിക്കുന്നതിൻ്റെ, അവരെ മഹത്വവൽക്കരിക്കുന്നതിൻ്റെ ചില രൂപങ്ങൾ. ആ രൂപങ്ങൾ പലപ്പോഴും അതിഗുരുതരമായ അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകാറുള്ളത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക്, അള്ളാഹുവിൻ്റെ കഴിവിനോളം കഴിവുള്ളവരായി പലപ്പോഴും ഇത്തരം ത്വരീഖത്തുകളും തസവുഫിൻ്റെ ആളുകളുമൊക്കെ അവരുടെ ശൈഖന്മാരെ ഉയർത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അത്തരം ഒരു ചിന്തയുടെ ഒരു പ്രചാരണത്തിൻ്റെ ഒരു വീഡിയോ നമുക്കാദ്യം കേൾക്കാം. ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കാൻ അധികാരമുള്ളവർ, അംർ കയ്യിലുള്ളവർ അല്ലേ? ആര് പറഞ്ഞതുപോലെ മഹാനായ ഗൗസുൽ ആസം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനല്ല സിറിനും സിറെന്ന് ചൊന്നോവർ, ഞാൻ അല്ലാഹ് തന്നോടെ അംറെന്ന് ചൊന്നോവർ. അംറാരാ? അംറ് പറഞ്ഞാൽ എന്താ? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകുൻ. ആ മക്കാമിൽ നിൽക്കുന്നവരാണ്. ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതാണ് ഉണ്ടാകും. ആകെന്ന് ചൊല്ലുകിൽ ആകും ഞാനൊന്നോവർ. ആ മക്കാമിൽ നിന്നുകൊണ്ട് അംറിന്റെ ആളുകളായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫമാർക്ക് ഈ വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിക്കണം. അതിനൊന്നും ഒരേ ഒരു മാർഗമുള്ളൂ, ജീവിച്ചിരിക്കുന്ന ഖലീഫമാരെ തേടി പിടിക്കുക എന്നുള്ളത്. വഫാത്തായിപ്പോയവർക്ക് ആ ഡ്യൂട്ടി കഴിഞ്ഞു. വഫാത്തായിപ്പോയവരിന്ന് ഇഞ്ഞു കിട്ടല് തെർബിയത്തല്ല, മദദ്, സഹായം കിട്ടും വഫാത്തായവരിൽ നിന്ന്. ഈ ഒരു വീഡിയോ ശകലത്തിലൂടെ ഒരുപാട് അപകടകരമായ വാദങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മുടെ അന്നത്തെ പ്രൂഫ് പോയിൻ്റിൽ രണ്ടാമത്തെ വിഷയമായി നമ്മൾ എടുക്കുന്നത് ഇതിനെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ചയാണ്. മുസ്ലിം അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക്, അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ ആ ദറജയിലേക്ക്, ആ മക്കാമിലേക്കാണ് പലപ്പോഴും ഇത്തരം വാദഗതിക്കാർ അവരുടെ ശൈഖന്മാരെ ഉയർത്താറുള്ളത്. ഇതിനെ നമ്മളെങ്ങനെയാണ് കാണുന്നത്? ഈ സൂഫിസം എന്നത്, അതിനെ ആളുകൾ നോക്കിക്കാണുന്നത് എന്തോ ഒരു വലിയ രക്ഷയുടെ വഴി എന്ന നിലക്കാണ്. കാരണം അതിനാവശ്യമായ പൊടിപ്പും തൊങ്കലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ സമൂഹത്തിന് പിന്നെ അവരെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടൊരു ആകർഷണീയത, അതിനോട് വല്ലാത്തൊരു താല്പര്യം തോന്നി വരിക എന്നത് എല്ലായ്പ്പോഴും കണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ഗൗരവകരമായൊരു കാര്യം എന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പേരിലാണ് ഇതൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും, ഷഹാദത്ത് കലിമയെ മുന്നിൽ വെച്ചുകൊണ്ട് ശുദ്ധമായ ശിർക്കും കുഫറും സമൂഹത്തെ കേൾപ്പിക്കുക, സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന അജണ്ട. അപ്പോൾ ഇപ്പോൾ ഈ സൂഫിസം എന്നത് പിന്നെ ഇതിനെ കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെ പല രൂപത്തിലാണ് അതിനെ ഉപയോഗിക്കുന്നത്. വളരെ തീവ്രമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഒരു മിതമായ രീതിയിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്, ആവശ്യമുള്ളിടത്തൊക്കെ എടുത്ത് പിന്നെ അവരുടെ കാര്യങ്ങൾ അതിലൂടെ സാധിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെന്ന് പറഞ്ഞാൽ വിശ്വാസപരമായി അശ്അരിയത്തിനെ പിൻപറ്റുന്ന ആളുകൾ, അശ്അരിയത്ത് അല്ലെങ്കിൽ മാതുരിയ്യത്ത് പിൻപറ്റണം. അപ്പോൾ ഈ അശ്അരിയത്തിൽ അതിരുവിട്ട വളരെ മൂർച്ചയുള്ള ആളുകൾ ഈ സൂഫികൾ ലോകത്ത് കൊണ്ടുവന്ന എല്ലാ വാദങ്ങളെയും തൊണ്ട തൊടാതെ വിഴുങ്ങി നടക്കുന്ന ആളുകളാണ്. അവരിൽ അതിരുവിട്ട ആളുകൾ. അങ്ങനെയുള്ള ആളുകളെയാണ് ഇപ്പോൾ നമ്മൾ ഇയാളെ പോലുള്ളവരുള്ള കാണുന്നത്. അതായത് അള്ളാഹിൻ്റെ വിഷയത്തിൽ ഒരു പേടിയില്ലാതെ എന്ത് ചെയ്യുക, ഒരു വക്കാറ്, അള്ളാഹുവിനുള്ള കൊടുക്കേണ്ട ഒരു വക്കാർ അത് കൊടുക്കാൻ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല,
സാധിക്കുന്നില്ല. ഒരു മടിയില്ലാതെയാണ്. ഇപ്പോൾ അയാൾ മാലപ്പാട്ടാണ് പാടുന്നത്. ഏത് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞാണ് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ എഴുതി കൂട്ടിയ പിന്നെ കള്ളത്തരങ്ങളാണ് എന്ത് ചെയ്യണത് ആളുകളുടെ മുമ്പിൽ പിന്നെ ഇവർ ചൊല്ലണത്. എന്നിട്ട് അതിലൂടെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ വളരെ പച്ചയായി വളരെ ലാഘവത്തോടെ ദുരുപയോഗം ചെയ്യുന്ന അപകടകരമായ അവസ്ഥയാണ്. അപ്പോൾ പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ് എല്ലാ സിറിൻ്റെയും എല്ലാ രഹസ്യങ്ങളുടെയും ആളാണ് മൊഹീദ്ദീൻ ഷെയ്ഖ്. പിന്നെ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ ഒരു അംറ് നടക്കണമെങ്കിൽ കുന്നാണ് പറഞ്ഞാൽ ആ സംഗതി ഉണ്ടാകും എന്നർത്ഥമാണ്. സാധാരണക്കാരായി ഇവരെ കേൾക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആനെന്ന് മറിച്ചു നോക്കുക. ഖുർആൻ മറിച്ച് നോക്കിയിട്ട് എത്ര ആയത്തുകളിലാണ് കുൻ ഫയക്കൂൻ കുൻ ഫയക്കൂൻ, അതുണ്ടാകുക എന്ന് പറയേണ്ട താമസം അതുണ്ടാകും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമായി അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയായി കഴിവായി ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഖുർആൻ അള്ളാഹുവിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം ഈ മാലപ്പാട്ട് എഴുതിയ ആൾ മൊഹീദ്ദീൻ ഷെയ്ഖിന് അള്ളാഹിൻ്റെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന ഷിയാ സൂഫി വിശ്വാസം മുന്നിൽ വെച്ചുകൊണ്ട് എഴുതി കൂട്ടിയ ഈ മാലക്കിതാബ്, ഈ മാലക്കിതാബാണ് പ്രായം ചെന്ന കുറേ ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്യണത് വളരെ പോരിശയിൽ പാടി മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിച്ച് ചൊല്ലിപ്പിച്ചൊക്കെ പോകുന്നത് ഈ ഷിർക്കും കുഫറും നിറഞ്ഞു കിടക്കുന്ന മാലക്കിതാബാണ്. ഈ മൊഹീദ്ദീൻ മാലക്ക് പല വ്യാഖ്യാനങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ ന്യായീകരിക്കുകയാണ്, ഈ ഷിർക്കിനെ ന്യായീകരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അയാൾ ഉലുൽ അംർ ചോദിക്കണ മൂപ്പര്, ഉലുൽ അംർ ആരാണ് ഉലുൽ അംർ? അപ്പോൾ സൂറത്തു നിസായിലെ ഉലുൽ അംർ എന്നതിൻ്റെ വിവക്ഷ പോലും ഇവർക്ക് എന്തല്ല മനസ്സിലാക്കാനുള്ള ഒരു ഈമാനികമായ മനസ്സില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഉലുൽ അംർ എന്ന ആയത്തിൻ്റെ വിവക്ഷ എന്താണ്? ഇബ്നു കസീർ റഹിമഹുല്ലാ വരെ പറഞ്ഞിട്ടുണ്ട് അത് അഹ്ലുൽ ഫിഖ്ഹ് വദ്ദീനാണ്. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആയത്തിൽ അറിവും പാണ്ഡിത്യവും ഒക്കെയുള്ള പണ്ഡിതന്മാർ മതപരമായൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തെളിവുകൾ മുന്നിൽ വെച്ച് അത് കൈകാര്യം ചെയ്യാനും പറഞ്ഞു തരാനൊക്കെയുള്ള പ്രാപ്തിയുള്ള ഉലമാകളും ഒക്കെയാണ് അത്. ആ ആയത്തിനെടുത്തിട്ട് വരെ എന്ത് ചെയ്യാണ് അള്ളാഹുവിൻ്റെ മക്കാമിലേക്ക് മൊഹീദ്ദീൻ ഷെയ്ഖ് എത്തിയിട്ടുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖ് കുൻ എന്നാണ് പറഞ്ഞാൽ ആ സംഗതി ഉണ്ടാകും. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ വെച്ചാൽ ഈ ഷിയാ സൂഫി വിശ്വാസപ്രകാരം അള്ളാഹുവിൻ്റെ നൂറ് അവരുടെ അയിമത്തിലേക്ക് അവരെ ഇമാമിലേക്ക് വരികയും ആ നൂറ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും അവരുടെ ഈ ശരീഅത്തിലൂടെ ത്വരീഖത്തിലൂടെ അവർ ഹഖീഖത്തിലേക്ക് എത്തുകയാണ്. ഹഖീഖത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ നൂറിലേക്ക് അവർ ലയിച്ചു എന്നാണ്. അള്ളാഹുവിൻ്റെ നൂറിലേക്ക് ഫനാവ് പ്രാപിച്ചു എന്നാണ് പറയാം. പല പ്രയോഗങ്ങളും ഇതിനുണ്ട്, ഫനാവ് പ്രാപിച്ചു എന്ന് പറയും. ആ ഫനാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ മുന്നിലുള്ള അയാളടക്കം എല്ലാം പിന്നെ ആരാണ്? അള്ളയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എന്ത് പറയുന്നു അത് അള്ളാഹുവിൻ്റെ മക്കാം, അള്ള പറയുന്ന പോലത്തെ അള്ളാഹുവിൻ്റെ കുദറത്താണ് അയാളിൽ കാണുന്നത്. അവസാനം അയാൾ പറയും ഞാൻ അള്ളയാണ്, അനല്ലാ, ഞാൻ അള്ളയാണ് എന്ന ആ വളരെ പിന്നെ മോശമായ കാര്യമാണ് ഈ ആളുകൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ എത്ര പാട്ടുപാടി എങ്ങനെ കൊണ്ടു നടന്നാലും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമായിട്ട് ഇതിനെടുക്കാൻ പറ്റൂല. തെളിവ് മാലപ്പാട്ടാണല്ലോ. ഇനി മാത്രവുമല്ല ഇവിടെ പിന്നെ ഉണ്ടാകൂ എന്ന് പറയുമ്പോഴേക്ക് അത് ഉണ്ടാകുന്നതാണ്. അതിവരെ പിന്നെ ഖുതുബുൽ ആലമായി ആരാണോ ഓരോ കാലഘട്ടത്തിലും വരുന്നത് ആ ഖുതുബുൽ ആലമിന് ഇവർ നൽകുന്ന പദവികളിൽപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ സി എം മടവൂരാണ് ഈ കാലത്തെ ഖുതുബുൽ ആലം. മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട വർഷങ്ങളായി മരണപ്പെട്ടിട്ടുള്ള സി എം മടവൂരാണ്. ആ സി എം മടവൂരിനെ സംബന്ധിച്ച് കാന്തപുരം മുസ്ലിയാരുടെ അവതാരികയോടുകൂടി ഇറക്കപ്പെട്ട അൽ മൗലിദുന്നൂരി ലിൽ ഗൗസിൽ മദവൂരി ഒരു സഖാഫി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ 87-ാമത്തെ പേജിലെ ഹിസ്ബ് അത് തുടങ്ങണേൽ എങ്ങനെ അറിയോ? അത് തുടക്കത്തിൽ കാണാം വദുത്തസ്രീഫി മല്ലൗ ഖാല ലിശൈഇൻ കുൻ ലകാന. അത് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുമ്പോൾ ഒരു കാര്യത്തോട് അത് ഉണ്ടാകാൻ പറഞ്ഞാൽ അത് ഉണ്ടാകും എന്നതിനുള്ള പവർ ശക്തി ആർക്കുണ്ട്? ഇത്രേ ഇയാൾക്കുണ്ട്. സ്വന്തം ജീവിതത്തിൽ രോഗം ഉണ്ടായിട്ട് ആ രോഗം മാറ്റാൻ പറ്റാത്ത ആളെ ഇയാൾ. അങ്ങനെയുള്ള ആളുടെ ചരിത്രം അവർ എല്ലാ ചരിത്രത്തിലും കാണാം. നിസ്കാരം ഉണ്ടായിരുന്നില്ല ഇയാൾക്ക്, നോമ്പെടുത്ത് വരെ നോമ്പ് മുറിപ്പിച്ചിരുന്ന ആളാണ്, നിഷിദ്ധങ്ങളായ പല കാര്യങ്ങളും ചെയ്ത ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ
അള്ളാഹുവിൻ്റെ മക്കാമിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം ഗൗരവമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇവർക്ക് ഈ ഷിയാ സൂഫി ധാരയിലൂടെയല്ലാതെ അഹ്ലുസുന്നയുടെ വഴിയിലൂടെ പഠിച്ചതോ മനസ്സിലാക്കിയതോ ആയ ഒരു വിവരം ഇവർക്കില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ, വിശേഷണങ്ങളെ പാടെ നിഷേധിച്ച ആളുകളുണ്ട്, മുഅ്തലിയാക്കളുണ്ട്. അള്ളാഹുവിന് സിഫാത്തുകളുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിന് രൂപത്തെ സങ്കല്പിക്കലാവും. അങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് വിശേഷണങ്ങൾ തന്നെ ഇല്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായും തള്ളിയവരുണ്ട്. അതേപോലെ മുഷബ്ബിയാക്കളുണ്ട്. അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തമാസുൽ വരികയാണ്, സാദൃശ്യപ്പെടുത്തൽ വരികയാണ്. കാരണം മഖ്ലൂക്കിന്, സൃഷ്ടികൾക്ക് ഉണ്ട്, കേൾവിയുണ്ട്, ബസറുണ്ട്, കാഴ്ചയുണ്ട്. അപ്പോൾ ഖാലിഖിനും അള്ളാഹു എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ മുഷാബഹത്ത് വരികയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത്? മഖ്ലൂക്കിൻ്റെ വിഷയത്തിൽ ഇവിടെ വലിയൊരു അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ, ഖാലിഖായ അള്ളാഹ് അവൻ്റെ മഖ്ലൂക്കിന് അവൻ്റെ മാത്രമായ സിഫാത്തുകൾ കൊടുക്കുമോ? അത് മാത്രം ആലോചിച്ചാൽ മതി. ഒരിക്കലും കൊടുക്കൂലല്ലോ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ അതേ നിലവാരത്തിലുള്ള സൃഷ്ടിയെ അള്ളാഹ് പടക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ തെറ്റായ വാദം ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ വൈരുദ്ധ്യം എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നങ്ങനെ. രണ്ട്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ ദുരുപയോഗം ചെയ്ത ഈ ഷിയാക്കളും സൂഫികളുമായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ഇവരുടെ ഇത്തരം വർത്തമാനങ്ങളും മറ്റും കേട്ട് ഔലിയാക്കൾക്ക് എന്തിനും ഏതിനും കഴിയും എന്ന ആ ഒരു മക്കാമിലേക്ക് അവർ എത്തി എന്ന് പഠിപ്പിക്കുന്ന ഈ കുഫറും ഷിർക്കും നിറഞ്ഞ ഇത്തരം കാര്യങ്ങൾ, എന്നിട്ട് അത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു വഴിപ്പെടുക എന്ന് പറയണത്. ആർക്ക്? മൊഹീദ്ദീൻ ഷെയ്ഖിന് വഴിപ്പെടുക. വിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ലാ ശരീക ലഹു വബിദാലിക ഉമിർത്ത്. റബ്ബുൽ ആലമീന് കീഴ്പ്പെടുക, അനുസരണവും ഭയവും ഭക്തിയും പേടിയൊക്കെ ആരുടെ മുമ്പിലാണ്? അള്ളാഹുവിൻ്റെ മുമ്പിലാണ് വേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ തസവുഫിൻ്റെ വഴികളെ വളർത്താൻ നോക്കുന്ന ആളുകളെ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണണം. ഇത് ഇസ്ലാമല്ല, അഹ്ലുസുന്നയുടെ വഴിയല്ല. ഷഹാദത്ത് കലിമ ഉറച്ച് വിശ്വസിച്ച് ഈമാൻ കാര്യങ്ങളിലും വിശ്വാസ കാര്യങ്ങളിലും മറ്റും ഉറച്ച് വിശ്വസിച്ച് പോകുന്ന ആളുകൾ ഇവരുടെ ഇത്തരം വഞ്ചനകളിൽ അകപ്പെടാൻ പാടില്ല എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഇത് അഹ്ലുസുന്നയുടെ വഴിയല്ല, ഇസ്ലാമിക പ്രമാണങ്ങളുടെ വിരുദ്ധമായ മാർഗത്തിലൂടെയാണ്, ശിർക്കിലൂടെ, കുഫറിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത് നമുക്ക് വ്യക്തമായി. ഷമീർ ഉണ്ടേരി, ഇത്തരം ഇതിൻ്റെ ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചാൽ വലിയ അപകടങ്ങളല്ലേ സത്യത്തിൽ? ഇതിൻ്റെ അപകടം എന്താ? ഇവരെ ഈ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാണ്. അതാ ഞാൻ യഥാർത്ഥത്തിലൊരു ഇപ്പോൾ മുസലായി വിശദീകരിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കും, അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്കാണ് ഒരു വിവരമില്ലാത്തതെന്ന് മാത്രമല്ല മാനസിക രോഗിയാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകങ്ങൾ അവർ തന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ ഒരാളെ വരുത്തി. ഇതിൻ്റെ അപകടം എന്താ വെച്ചാൽ, ഒന്ന് അള്ളാഹുവിൻ്റെ പേരിൽ നാം വ്യക്തമായിട്ട് അറിയാത്തത് പറയലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തുകയാണ്. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു അപകടമാണ്. അള്ളാഹുവിൻ്റെ പേരിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറയാം. അപ്പോൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യഹൂദികളായ ആളുകൾ അവർ അള്ളാഹുവിനോട് പറഞ്ഞൊരു വാചകം, വഖാലു ലൻ തമസ്സനന്നാറു ഇല്ല അയ്യാമൻ മഅദൂദ, ഞങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നരകത്തിൽ കഴിയുക എന്നൊരു വാചകം അവർ പറയുന്നത് യഹൂദികൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് പടച്ചവൻ വല്ല കരാറും, അള്ളാഹു നിങ്ങൾക്ക് വല്ല കരാറും തന്നിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ച ശേഷം അള്ളാഹു കരാർ തന്നിട്ടുണ്ടെങ്കിൽ പടച്ചവനെ തെറ്റിക്കൂല. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കും പറയുന്നത് അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തത് അള്ളാഹുവിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ്. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് അള്ളാഹു ഗൗരവമായി വിലക്കിയ കാര്യമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഈ ആളുകളുടെ ദുർവ്യാഖ്യാനങ്ങളിലൂടെ സംഭവിക്കുന്നത് അവർക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ അവർ കെട്ടിച്ചമക്കാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ നല്ലതായി കരുതുന്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് തോന്നുന്നത് നല്ലതാണ്, ഞാനീ പറയണത് നല്ലതാണെന്ന് തോന്നുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് മതത്തിൽ അനിവാര്യമാണ്, അല്ലെങ്കിൽ അത് ഒരു പുണ്യമാണ് എങ്കിൽ അത് അള്ളാഹു റസൂലും പഠിപ്പിക്കണ്ടേ. ഇങ്ങനൊരു വ്യാഖ്യാനം ഇതാണ് ശരിയെങ്കിൽ ഇത് അള്ളാഹു റസൂലും പഠിപ്പിക്കണ്ടേ. അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത വ്യാഖ്യാനം, മതത്തിനാവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം ആളുകൾ. പലപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനേക്കാൾ നിസാരമായ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം മലമൂത്ര വിസർജന മര്യാദ നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത്തരം ഗൗരവമുള്ളൊരു വിഷയം ദീനിലുള്ളതായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണമായിരുന്നു, അള്ളാഹു വിശദീകരിക്കണമായിരുന്നു. എൻ്റെ ദറജയിലേക്ക് ഞാൻ ഇന്ന ആൾക്കാരൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അത് അങ്ങനെ പഠിപ്പിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അതൊരു വലിയ അപകടമാണ്. മൂന്നാമത്തത്,
സെലഫുകളിൽ ഒരാളിൽ നിന്ന് പോലും ഇവർ വ്യാഖ്യാനിക്കുന്നത് പോലൊരു വ്യാഖ്യാനം നമ്മൾ കാണുന്നില്ല. എത്ര ഗ്രന്ഥങ്ങളുണ്ട് സെലഫുകളുടെ, അവരെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാരും ഇവർ പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനം നൽകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെക്കുറിച്ച് ഖുർആനിൽ എന്തൊക്കെ വചനങ്ങളും ഹദീത്തുകളുണ്ടോ ആ വചനങ്ങളും ഖുർആൻ്റെ ആയത്തുകളും ഹദീത്തുകളൊക്കെ സെലഫുകൾ നമുക്ക് പറഞ്ഞു തന്നിക്കണം. എന്നാൽ ഈ ആയത്തിന് മുന്നിൽ വെച്ചാണ്ട് സെലഫുകൾ എന്താ ഇവർ പറഞ്ഞതുപോലെ വ്യാഖ്യാനിക്കാത്തത്? ഇവർ പറഞ്ഞ പോലെ വ്യാഖ്യാനം അവരാരും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരറിവില്ലാത്തവരല്ല, അവർ നമ്മളെക്കാൾ അറിവുള്ള ആൾക്കാരാണ്. 5-ാമത്തെ പോയിന്റ്, നബിയോ സഹാബത്തോ ഒന്നും വിശദീകരിക്കാത്ത ഒരു വിവരണം, ഒരു വിശദീകരണം നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നബിയോ സഹാബത്തും ദീന് പഠിക്കാത്തവരാണെന്നാണ്. അവർക്കിത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആനെയും ഹദീസിനെയും പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുന്ന ഒരു അവസ്ഥയാണ് വർദ്ധിച്ചു വരുന്നത്. വിശ്വാസികൾ ഇത്തരം അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് അഹ്ലുസുന്നയുടെ ആദർശത്തിലേക്ക് അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. തീർച്ചയായും ഇങ്ങനെ ഈ തസവുഫിൻ്റെയും സൂഫിസത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും വഴികളിലൂടെ അതിൽ ശൈഖന്മാരെ അവരുടെ സ്ഥാനം ഉയർത്താൻ വേണ്ടി പലപ്പോഴും ഇത്തരം ആളുകൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്, അതിനുവേണ്ടി രചിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നും അടിസ്ഥാന ആശയത്തിൽ നിന്നും ആദർശത്തിൽ നിന്നുള്ള വ്യതിയാനമാണ്. പലപ്പോഴും ചെറുക്കും കുഫറും പിഴച്ച വാദങ്ങളും ഒക്കെയാണ് എഴുതി പിടിപ്പിച്ച് പ്രചരിപ്പിക്കുന്നത്. ഈ പ്രൂഫ് പോയിൻ്റ് കേൾക്കുന്ന ഇത്തരം വാദങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് തിരിച്ചു വരണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ഈ മാല മൗലൂദുകളുടെയും തസവുഫിൻ്റെയും ചിന്തകളിൽ നിന്ന് തീർച്ചയായും തിരിച്ച് വരണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ 3-ാമത്തെ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്.